എന്നിട്ടും വെള്ളിയാഴ്ച മുടങ്ങാതെ ഇറച്ചി വാങ്ങണ്ടല്ലോ. ആ പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തോല് ദീനുൽ ഇസ്ലാമെന്ന് പുറത്താ. വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞ പോലെ വെള്ളിയാഴ്ച നമ്മളെ പ്രവാസികൾക്ക് ഒരു ബിരിയാണി കഴിക്കുന്നത് വളരെ ഒരു നിർബന്ധമായ കാര്യമാണ്. റിയാദിൽ എവിടെ നമുക്ക് കേട്ടെ അനൗൺസ്മെന്റ് കേട്ടെ ആയിക്കോട്ടെ. ഇവിടുത്തെ ബിരിയാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫാൻ ബേസ് ഉള്ളതാണ് ഈ മട്ടൻ ബിരിയാണിക്ക്. ഇവിടെ ഞാനിപ്പോൾ പോകാൻ പോകുന്നത് എവിടേക്കാന്നുള്ളത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലൊക്കേഷൻ ഏതാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പൈസക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് കാറും ഫ്ലൈറ്റൊന്നും നമ്മളെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ മെട്രോ പിടിച്ചിട്ടാണ് പോകുന്നത്. ചെറിയ പൈസകളിലും പെട്ടെന്ന് എത്തും ചെയ്യും. ട്രാഫിക് ഇല്ല, ഒന്നുമില്ല, പെട്ടെന്ന് എത്തും. എത്തിയിട്ട് നമ്മളെത്തി. ആഹാ അൽഹംദുലില്ലാ റാഹത്തായി. മട്ടനൊക്കെ നല്ല പഞ്ഞു പോലെ തന്നെ ഇരിക്കുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പിന്നെ ഒന്നും പറയാത്തത് അഭിപ്രായം പറയാത്തത് ഞാൻ അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആൾക്കാരുടെ ഇടയിൽ ഞാൻ എങ്ങനെ സംസാരിക്കാനാണ്, നല്ല തിരക്കായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും പോയി ട്രൈ ചെയ്യുക. ഒരു വെള്ളിയാഴ്ച എന്നുണ്ടെങ്കിൽ ദമ്മ് പൊട്ടിക്കുന്ന ടൈമിൽ തന്നെ ജുമാ കഴിഞ്ഞിട്ട് തന്നെ നേരെ പോവുക. സൂപ്പറാണ്. ഇപ്പോൾ കാലിക്കറ്റ് സ്റ്റാർ റെസ്റ്റോറൻറ്റിലൊക്കെ അപ്പോൾ ഞാൻ ബിരിയാണിക്ക് ഏറ്റവും നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ബിരിയാണി സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കാലിക്കറ്റ് സ്റ്റാർ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ പിടിച്ചിട്ട് ഇത് അൽ ഈമാൻ ഹോസ്പിറ്റൽ മെട്രോയിൽ ഇറങ്ങുക. ഒരു യൂബർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 റിയാലൊക്കെ ആവുള്ളൂ. ഡിപ്പെൻഡ് ട്രാഫിക്കാണ്. ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ കൂടുതലായിരിക്കും. 10 റിയാൽ. അപ്പോൾ ഞാനിപ്പോൾ യൂബറിൽ നോക്കിയപ്പോൾ 8 റിയാലേ കാണിക്കുന്നുള്ളൂ. 8 റിയാൽ വളരെ ചീപ്പല്ലേ.